ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബാച്ചിലുള്ള കുട്ടികൾക്കാണ് പറയുന്നത്. നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ മാസത്തിലെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ്. നമ്മുടെ ടൈം ഷെഡ്യൂളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ ബാച്ച്, ഫസ്റ്റ് ഏപ്രിൽ ബാച്ച് ഇവിടെ കാണാം. തൊട്ടുതായ ഒക്ടോബർ ബാച്ചിൻ്റെ ടൈം ഷെഡ്യൂൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിസ്റ്ററി, സോഷ്യോളജി, ഈ ഒരു സബ്ജക്റ്റും മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന മന്ത്ലി ഗോൾ, ഓരോ മാസവും നമ്മൾ തീർക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ടോട്ടൽ മന്ത് നമുക്ക് വരുന്നത് ഫെബ്രുവരി ടു ജൂലൈ ആണ്. ഫെബ്രുവരിയിൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഓരോ മാസങ്ങളും കൃത്യമായിട്ട് തീർക്കേണ്ട ചാപ്റ്റേഴ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. 3 പോയിൻ്റ്, ഇംഗ്ലീഷ് ആകുമ്പോൾ 3 ചാപ്റ്റർ, മലയാളം 3 ചാപ്റ്റർ, അറബി 2.5. ഇപ്പോൾ ഇതുവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആ ചാപ്റ്റേഴ്സും കൂടെ ഈ ഒരു മാസത്തിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഒരു മാസത്തിൽ ഇംഗ്ലീഷിൽ ടോട്ടലി 3 ചാപ്റ്ററൊക്കെ തീർത്താൽ മതി. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് നമുക്ക് പാസ് ഔട്ട് ചെയ്യാൻ വേണ്ട മാർക്കിന് വരുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശരി. ഇതിൽ ടോട്ടൽ ചാപ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16 ചാപ്റ്ററാണ് ഇംഗ്ലീഷിൽ വരുന്നത്, മലയാളത്തിൽ 18 ചാപ്റ്റർ. അപ്പോൾ അതിനനുസരിച്ച് ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള മന്ത് ജൂലൈ ആകുമ്പോഴേക്ക് മെയ്, ജൂൺ, ജൂലൈ ഈ 3 മന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈം ഷെഡ്യൂളിൽ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മന്തിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്യാനുള്ള മന്താണ്. അപ്പോഴേക്ക് നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യാനുള്ള മന്താണ് ടോട്ടലായിട്ട്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മന്തിൽ മോഡൽ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒക്ടോബർ മന്താണ് നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതൊക്കെ ഈ ഓൾ റിവിഷൻസിൽ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഓരോ ക്ലാസ് റൂമുകളും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെ ക്ലാസ് 2 കാണാൻ പറ്റും. അതുപോലെ ക്ലാസ് 3 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ കമ്പൈൻ 2 സെൻറ്റൻസ്, 2 സെൻറ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കുറച്ച് ഏരിയാസുകൾ, ക്ലാസ് 4 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഒരു നോട്ട് ബുക്ക് എടുത്ത് കൃത്യമായിട്ട് അതിൽ എഴുതി, ഒരു ഓൺലൈൻ ക്ലാസ്സിനപ്പുറം നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു പ്രതീതിയിൽ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് തന്നെ എഴുതിയെടുത്ത് പഠിക്കണം. കാരണം എക്സാമിന് കൂടുതൽ മാർക്കുകൾക്ക് വരുന്നതാണ് ആ ഒരു ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ പബ്ലിക് എക്സാമിനേഷൻ 60% ഓഫ് സിലബസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 16 ചാപ്റ്ററാണുള്ളത്. ലെസൺ 3, 4, 7, 8, 9, 10, 12, 13, 16, 17, 18, ലെസൺ 19, 23, 24, 25, 26 ചാപ്റ്റേഴ്സുകൾ. ഓക്കെ, ടോട്ടലായിട്ട് വരുന്ന 16 ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും എങ്ങനെയാണ് അതിൻ്റെ മാർക്ക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെയിറ്റേജ് ബൈ കണ്ടൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂൾസിനും, അതായത് പോയട്രി പ്രോസ്, ഗദ്യവും പദ്യവും ഉൾക്കൊണ്ടിട്ടുള്ള ടെക്സ്റ്റിന് 30 മാർക്കിനാണ് വരുന്നത്. തൊട്ടു താഴെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 20 മാർക്കിന്. അതായത് ടെക്സ്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളിച്ച് വരുന്ന ടോട്ടലായിട്ട് 20 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം ഗ്രാമർ സെക്ഷനിന്
15 മാർക്കിനും, റൈറ്റിംഗ് സ്കില്ല് നോക്കിയിട്ട് 20 മാർക്കിനും ഒക്കെ നോക്കിയിട്ട് ഇത്തരം മാർക്കുകൾക്ക്. അപ്പോൾ കൂടുതലായിട്ട് ടെക്സ്റ്റിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്തത് 30 മാർക്കിനേ വരുന്നുള്ളൂ, അതിൻ്റെ പുറത്തുള്ളതാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഇംഗ്ലീഷിലാണ് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്ത വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ ആൻസേഴ്സ് എഴുതാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾഡ് 1 ഡൗൺലോഡ്, ഓൾഡ് 2 ഡൗൺലോഡ് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIOSൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചു തരും. അതില്ലാത്ത ആളുകൾ കുറച്ച് ടൈം എടുക്കും. അത് കിട്ടാത്ത ആളുകൾ ഗൈഡ് ബുക്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. നമ്മുടെ ഗൈഡ് ബുക്സിൽ തന്നെ ഓരോന്നിലും ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, ഓരോ ചാപ്റ്ററിലും അതിൻ്റെ പ്രധാനപ്പെട്ട നോട്ട്സ് മാത്രമാണ് ഗൈഡ് ബുക്സിലുള്ളത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതിൻ്റെ മലയാളം നിങ്ങൾ നോക്കിയിട്ട് വായിച്ച് പഠിക്കുക. അതാണ് ഏറ്റവും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 30 മാർക്കിന് തന്നെ ഇമ്പോർട്ടൻറ്റ്. ബാക്കി 70 മാർക്കും പുറത്തുനിന്നാണ് വരുന്നത്. നോൺ പ്രിസ്ക്രൈബിൾ ടെക്സ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി മറ്റ് ക്ലാസ്സുകളൊക്കെ മലയാളം ഉണ്ട്, അതുപോലെ അറബിയുടേത് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇവിടെയും ഓരോ മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മാർക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മലയാളവും ഇതിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഓരോ മൊഡ്യൂൾസുകളും 18 പാഠങ്ങളാണ് വരുന്നത്. അതിൽ ഓരോ കാര്യങ്ങൾക്കും വരുന്ന മാർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവിതയിൽ നിന്ന് ടോട്ടലായിട്ട് 31 മാർക്ക്, ഫിക്ഷൻ ഏരിയ കഥ 29, പരിഭാഷ ട്രാൻസ്ലേഷൻ 6 മാർക്ക്, വൈജ്ഞാനിക സാഹിത്യം സയൻറ്റിഫിക് ലിറ്ററേച്ചർ 26 മാർക്ക്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ 8 മാർക്ക് ടോട്ടലായിട്ട്. ഇതൊക്കെ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഹിസ്റ്ററിയുടെ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി MP3 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹിസ്റ്ററി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആളുകൾക്ക് ഇവിടെ ഉണ്ട്. തൊട്ടുതായ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് അത് ക്വസ്റ്റ്യനും അതിൻ്റെ മലയാള മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസ് ആണ്, സെക്ഷൻ A. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് ടോട്ടലായിട്ട് 29, 30, 37, 41 ഓപ്ഷണൽ മൊഡ്യൂൾ ഇതിൽ വരുന്നുണ്ട്. ഓപ്ഷണൽ മൊഡ്യൂളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാവുന്നതാണ്. ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂൾ 6A 6Bയും കഴിഞ്ഞ് ഇവിടെയാണ് ഉത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തേത് A ഉത്തരാണ്, രണ്ടാമത്തെ C. അങ്ങനെ ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അതിൻ്റെ ആൻസറും നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ഉള്ളത്. തൊട്ട് താഴെ ഓരോ ചാപ്റ്ററിൻ്റെ മൊഡ്യൂളും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചാപ്റ്ററുകളുടെ എണ്ണം. ലെസൺ 3, 4, 6, 7 കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് 20 മാർക്ക്. അതുപോലെ ലെസൺ മൊഡ്യൂൾ 2 ലെസൺ 9, 10, 12, 14 അതിന് 20 മാർക്ക് വരുന്നുണ്ട്. ഓരോ മൊഡ്യൂളിന് എത്ര മാർക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 50-60 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്യുക. ആ ചാപ്റ്റേഴ്സുകൾക്ക് വരുന്ന മാർക്കുകളും നിങ്ങൾ നോക്കുക. എന്നിട്ട് കൂടുതലായിട്ട് മാർക്കുകൾ വരുന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള, ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂള് 6A അതിൽ 3 ചാപ്റ്ററേ ഉള്ളൂ. 30A, 31A, 32A. ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ 15 മാർക്ക് കിട്ടും. അപ്പോൾ 15 മാർക്കിന് 3 പാഠം പഠിച്ചാൽ മതി. തൊട്ട് മുകളിൽ നോക്കുക, 4 ചാപ്റ്റർ പഠിച്ചാലാണ് 15 മാർക്ക് കിട്ടുന്നത്. തൊട്ട് മുകളിൽ മൊഡ്യൂൾ 4ൽ 2 ചാപ്റ്ററേ ഉള്ളൂ.
ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ എന്നുള്ള ആ ഒരു മൊഡ്യൂളിൽ ലെസൺ 20ഉം 21ഉം ആ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 15 അപ്പോൾ ഇവിടെ പറഞ്ഞ ലെസൺ 30, 31, 32A എന്നുള്ളത് 3 ചാപ്റ്ററും അതുപോലെ ലെസൺ 20ഉം 21ഉം പഠിച്ചാൽ ടോട്ടൽ 5 ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് 30 മാർക്ക് 5 ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടെ തന്നെ 30 മാർക്ക് കിട്ടി. തൊട്ട് മുകളിൽ മോഡേൺ ഇന്ത്യ എന്നുള്ള 3ാമത്തെ മൊഡ്യൂളിൽ 3 ചാപ്റ്ററുകൾ 16, 18, 19 അപ്പോൾ തന്നെ 15 മാർക്ക് അവിടുന്ന് കിട്ടി. അങ്ങനെ ഒരു 50 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പഠിക്കേണ്ട രൂപം നിങ്ങൾ ഗൈഡ് ബുക്സിൽ നോക്കുക. അതുപോലെ ഈ ക്ലാസ്സുകളും MP3 ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കേൾക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് MP3 ക്ലാസ്സുകൾ കേട്ട് അതിൻ്റെ നോട്ട്സ് നോക്കിയിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് കഴിയാത്ത ആളുകളാണെങ്കിൽ, സമയം കുറവാണെങ്കിൽ ഗൈഡ് ബുക്സ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കൊമേഴ്സ്, സയൻസ് എടുത്ത ആളുകൾ അക്കൗണ്ടൻസി, നിങ്ങൾ ഇവിടെ അക്കൗണ്ടൻസി ക്ലാസ് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ്. അതിൽ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആളുകൾക്ക് അവിടെ കാണാം. അതിൻ്റെ തൊട്ടുതായി ഞാൻ പറഞ്ഞ പോലെ മൊഡ്യൂൾസും നോക്കുക. ഒരു 60 മാർക്കുള്ള ചാപ്റ്ററും അത് കുറഞ്ഞ മൊഡ്യൂളുള്ള ചാപ്റ്റേഴ്സുള്ള കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ മൊഡ്യൂൾ 6, 32, 33, 34 3 ചാപ്റ്റർ പഠിച്ചാൽ 20 മാർക്ക് വരുന്നുണ്ട്. തൊട്ട് മുകളിൽ മൊഡ്യൂൾ 5 അവിടെയും 3 ലെസൺസ് ഉള്ളൂ, അവിടെ 20 മാർക്ക്. തൊട്ട് മുകളിൽ 3 ചാപ്റ്റർ അതിനും 20 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു 60 മാർക്കുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ചാപ്റ്റേഴ്സും മൊഡ്യൂൾസും അതിൻ്റെ മാർക്സും മാത്രമേ ഉള്ളൂ. വീഡിയോ ക്ലാസ്സുകളായിട്ടുള്ളത് നിങ്ങൾ ഇവിടെ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് വീഡിയോ ക്ലാസ്സുകൾ നമ്മളെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾ മൈ ക്യാമ്പസ് ആപ്പ്, നമ്മുടെ സെപ്പറേറ്റ് ആപ്പ് മൈ ക്യാമ്പസ് ആപ്പ് എന്നുള്ള വീഡിയോ ക്ലാസ് ആപ്പ് റൂമിൽ കയറിയിട്ട് അതിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. അക്കൗണ്ടൻസി ഇതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെടുത്ത ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫിസിക്സും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ടോട്ടലായിട്ട് വരുന്ന മാർക്ക് 80 നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിൽ 20 മാർക്കിന് വരുന്നുണ്ട്. ബാക്കി 80 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകളാണ് ഇതിലുള്ളത്. അതിൽ തന്നെ ഒരു 60 മാർക്ക് വാങ്ങുന്ന ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് മൈ ക്യാമ്പസ് ആപ്പിൽ കയറിയിട്ട് വീഡിയോ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി എടുത്ത ആളുകൾ ആ ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ് നമ്മുടെ മറ്റൊരു ആപ്പ് മൈ ക്യാമ്പസ് ആപ്പ് വഴിയാണ്. അതിലുള്ള വീഡിയോസുകൾ കാണാം. ഏതൊക്കെ കാണണം, എത്ര മാർക്കിനുള്ളതാ എന്നുള്ളത് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് പോവേണ്ടത്. ഓക്കെ, ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എല്ലാ മാസവും നടക്കുന്ന ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സുകൾ പറഞ്ഞു തരുന്ന ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഫോളോ അപ്പ് മറ്റു കാര്യങ്ങൾ വേണമെങ്കിലും പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സുകളൊക്കെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്ത് അത് ക്ലിയർ വരുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു ടൈം ഷെഡ്യൂൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക്, ജൂലൈ ആകുമ്പോഴേക്ക് നിങ്ങൾ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് ഈ ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.